കഴിക്കണ്ട. അമ്മ കഴിച്ച അമ്മ എന്താ വേണമായിരുന്നോ? ഇപ്പൊ പഴം ഇടുന്നു. നീ കഴിക്കണ്ട, വേണോ ചോറ്? എടുക്കട്ടെ? ചേച്ചി കഴിക്കാണ്ട് ഞാൻ കഴിക്കൂല. ഡേ അതിന് വട്ടാണ്. നിങ്ങൾ കഴിക്കണേ കഴിക്കുമ്പോഴാണ്. ആ എനിക്ക് വട്ട്. ചെറിയൊരു കയ്യബദ്ധം പറ്റിയല്ല അമ്മ ഇത്രയും കാലത്ത് പ്രശ്നം ഉണ്ടാക്കണത്. സിദ്ധുവിനെ വിളിച്ച് ഞാൻ പറയണോ നീ നിരാഹാരം കിടക്കാണെന്ന്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫുൾ വിശേഷം ഞാനും വിളിച്ചു പറഞ്ഞു കൊടുക്കും. എന്ത് വിശേഷം? അതമ്മയ്ക്ക് പറയുമ്പോൾ മനസ്സിലാവും. നീ അതും പറഞ്ഞു വരട്ടായിരുന്നു നോക്കണ്ട. ഇവിടുത്തെ സർവ്വ വിശേഷം നിന്റെ അച്ഛൻ തന്നെ വിളിച്ച് പറയണ്ട് സിദ്ധുവിന്റെ അടുത്ത്. അച്ഛൻ പറയുമ്പോൾ കുറച്ച് പക്ഷം ചേർത്തല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ പറയുമ്പോൾ അങ്ങനെയല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അതോടെ ഇവിടുത്തെ ചിലവരുടെയൊക്കെ കള്ള മാന്യത പൊളിഞ്ഞും കിട്ടും. സ്വന്തം വീട്ടുകാരെ തേച്ചേട്ടാ നീ മിടിക്കാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാനിവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുവല്ലായിരുന്നു. അമ്മയല്ലേ വന്ന് പ്രശ്നം ഉണ്ടാക്കണത്. ഇതാ പിള്ളേരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി ചോറുണ്ട് ചെല്ലി പോ. ഇല്ല, ചേച്ചി വരാൻ ഞങ്ങൾ ആരും പോകത്തില്ല. എടാ ഞാനിപ്പോ ചോറ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ അടുക്കളയ്ക്ക് വഴിയല്ലേ കയറാൻ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ അടുക്കള കയറാനും പാടില്ലല്ലോ. ഞാൻ എന്തിനാണ് സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പുറകെ കൂടെ അടുക്കള കയറണേ? അതിന്റെ കാര്യമൊന്നുമില്ല. ഞാൻ വലിഞ്ഞേറി ഒന്നുമല്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ആ ചോറെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചാ പോരെ? ആ സിമ്പിൾ. നിങ്ങൾക്ക് വിശക്കണമെങ്കിൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക. ഞാൻ ആരും കഴുത്തിലൊന്നും കുത്തിപ്പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ലച്ചുവിന് എന്താണെന്ന് അറിയില്ല. അമ്മ ഒന്നും മിണ്ടാതെ പോയാമേ. അമ്മ ചേച്ചി അടുക്കളയ്ക്ക് കയറിയ പ്രശ്നം തീരുമ്മ. ഇന്നിനിപ്പ എനിക്ക് കയറണ്ട. വാശി കാണിക്കാണ്. ഒരു ദിവസം പട്ടിണിയുടെ തന്നെ വലിയ കുഴപ്പമൊന്നും വരാൻ പാടില്ല. അമ്മ വായ തോന്നുന്നു വിളിച്ചു പറയല്ലേ അമ്മ. വിശന്ന് കണ്ണു കാണാൻ വയ്യ ഇപ്പൊ തന്നെ. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചൂടെ? വന്ന് കഴിക്കേ. ചോറും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടല്ലോ. മീൻ വറുത്തുണ്ടാ? ആ മീൻ വറുത്തതുണ്ട്, തോരനുണ്ട്, ഒഴിച്ചുകറി ഉണ്ട്, എല്ലാം ഉണ്ട്. ചേച്ചി എന്ത് ലച്ചു ചേച്ചിന്ന്? നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിക്കണേ. എന്നെ എന്തിനാ നോക്കണേ? ഇപ്പൊ ധർമ്മസങ്കടത്തിലായെന്ന് തന്നെ പറയാല്ലേ. ഒരു കാര്യം ചെയ് പാറേ, ജീൻസ് പോയി കഴിച്ച ചെല്ല്. ഭയങ്കര വാശിയാണ്. നിനക്ക് വാശിയൊന്നുമല്ല. ഈ അവസരം നീ അങ്ങ് മുതലെടുക്കുക. നിനക്ക് ചോറ് കഴിക്കാൻ വയ്യ അല്ലേ? കുഴപ്പമില്ല. ആ പൊരിച്ച മീൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിച്ചോളാം. അവിടെ ഇരിക്കട്ടെ. അതൊന്നും തരാൻ പറ്റിയൊന്നുമില്ല. ദേ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. 1 മണിക്കൂർ, കൃത്യം 1 മണിക്കൂർ ഞാൻ തരും. അതിനകം കഴിച്ച് പിന്നെ ആർക്കും അടുക്കള കയറി ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. പിന്നെ കഴിക്കണമെങ്കിൽ രാത്രി 8 മണി. രാത്രി 8 മണിക്കേ പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞാൻ അടുക്കള തുറക്കുള്ളൂ. 8 മണിക്ക് തുറക്കൂല, ആ പ്രതീക്ഷയുണ്ട്. 8 മണിക്ക് തുറക്കണത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും അച്ഛനും കഴിക്കാനാ. ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ. 1 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഞാൻ ടൈം തരില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അടുക്കള അടയ്ക്കും, ഉറപ്പാ. അറിയാലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, അതിനപ്പുറത്തേക്ക് ഇല്ല. ചേച്ചി പറയണ കറക്റ്റാ. അമ്മ കുറച്ച് ഓവറാണേ. അമ്മ ചേച്ചി പാവാ അമ്മ. ഓ വിശന്ന് തുടങ്ങിയപ്പോൾ ഓരോരുത്തർക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഒരു 4 മണി കഴിയുമ്പോൾ കേശു രാക്ഷസനായി മാറും. അപ്പോൾ അവൻ ചിലപ്പോൾ അതേ ലച്ചൂരെ തന്നെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പോണു. പറ്റേക്ക് വന്ന് കഴിച്ചോ. ചേച്ചി കളി കാര്യമാവും കേട്ടാ. എടാ നീ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ നീ കൊളാക്കി കൈ തരൂന്ന്. എനിക്ക് പട്ടിണി എടുക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിക്കും. അമ്മ ഒരു വാക്ക് പറഞ്ഞാണേ, അറിയാലോ. അറിയാം. എനിക്കതല്ല, ആ പൊടിച്ചു വീണ്ടി എടുത്തല്ലയോ. വായും വെച്ചോണ്ട് മിണ്ടായി കൊച്ചേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേച്ചി പ്രാർത്ഥിക്കുവാണോ? ഉറങ്ങ വരുന്നില്ലേ? അമ്മയുടെ പുറത്തേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം കൊണ്ടും കൊള്ളാം. മനുഷ്യനാണെങ്കിൽ വയറുവശം എന്നിട്ട് വയ്യ. എനിക്കും വിശക്കുന്നു. അത് നമുക്ക് ഈ ഫുഡ് കിട്ടൂലെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. അത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഒരു കാര്യമില്ലാതെ ചുമ്മാ വാശിയും പിടിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് കൂട്ട് വെക്കാൻ. ഇല്ല, പറഞ്ഞില്ല. പറയാതെ തന്നെ ഞങ്ങളത് കേട്ട്. ഇനിയിപ്പം 1 മണിക്കൂർ കഴിഞ്ഞ സ്ഥിതിക്ക് അടുക്കളോട്ട് കയറി ചെന്നാൽ അമ്മ കൈയും കാലും തല്ലി പിടിക്കും. ചേച്ചി പറ ഒച്ചേ. കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഈ അടുക്കളയിലൊക്കെ പണി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൂടെ? അത് തന്നെ. ഫോൺ വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ ഒരു ശ്രദ്ധയില്ല. കഴിഞ്ഞാ ഇനിയിപ്പോ നിങ്ങളും കൂടെ തുടങ്ങ്. എല്ലാവരും ഇവിടെ നല്ല അച്ചടക്കത്തോടെ ഇരിക്കണ്ടല്ലോ. ചേച്ചിക്ക് കൂട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. കേശുവേ
വിശക്കണ്ടാ? വിശക്കണമ്മ. എടാ എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം പിടിക്കുകയും വാശിയൊക്കെ കാണിക്കുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കണം. നമ്മളെ കൊണ്ട് അത് പറ്റുമോന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ഇനി അമ്മയുടെ സാരോപദേശത്തിന്റെ കുറവും കൂടി ഇവിടെ ഉള്ളൂ. അടിപൊളി. പൊന്നമ്മ, വയറ് വശന്നിരിക്കുന്ന സമയത്ത് ഒന്ന് വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? പാറു, പ്രായം പരിഗണിച്ച് ഒരളവ് തരാം. ബാ, ചോറ് തരാം. ഇതൊക്കെ കണ്ടല്ല, ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നീയും കാണിക്കുന്നത് പോലെ പട്ടിണിക്കിടും ഞാൻ. അമ്മയ്ക്ക് മാത്രം വാശിയാവാല്ലേ, ബാക്കി ആർക്കൂടെ വാശി എടുക്കാൻ പറ്റൂല. എന്ത് കാര്യത്തിനും ഒരു ന്യായം വേണം ലച്ചു. ഞാൻ എന്താ അന്യായമാ കാണിച്ചത്? അടുക്കളയിൽ വെച്ച് ചെറിയൊരു കയ്യബദ്ധം പറ്റി, അപ്പൊ തുടങ്ങിയതാണ് അമ്മ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ അമ്മയുടെ ഭരണമാണല്ലോ, അച്ഛനെ വരെ അടിച്ച് മൂലക്കിട്ടേക്കുമല്ലേ. ലച്ചേ, എന്തോന്ന് പറയണത്? അച്ഛനെ അടിച്ചൊതുക്കി ഇട്ടേക്കണമെന്നാ? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണോട്ടാ. ആ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ. അമ്മയുടെ മുഖത്ത് നോക്കി ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞതോ? ദേ കൊച്ചേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അച്ഛൻ ചിടക്കാറുണ്ടല്ലോ, നാണക്കേടാണ്. മതി, നിങ്ങൾ രണ്ടാളും സംസാരിച്ച് ശരിയാവത്തില്ല. രണ്ടാളും രണ്ടു വഴിക്ക് പോയേ. ചെല്ല്. ഞാൻ ഇവിടെ പേടിച്ച് ഏത് വഴിക്കാ പോകണ്ടേ? പറ കൊച്ചേ, ഏത് വഴിക്കാ പോകണ്ടേന്ന്? ചേട്ടാ, ഇതിപ്പോ അച്ഛനെക്കാളും കഷ്ടമാണല്ലോ. ഇനി ഇവിടുന്ന് ശരിയാവും. അവിടെ നിക്ക്, അവിടെ നിക്ക്. അമ്മ കൈ തൊടന്നേ. നീ അവിടെ ഇരിക്കടി, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. നീ എവിടെ പോണ്? എവിടെ പോണെന്ന്? വളർന്നെന്ന് കരുതി ആവശ്യമില്ലാത്ത സംസാരിച്ചാലുണ്ടല്ലോ, നോക്ക് ഞാൻ പിഴുത് കളയും. ഇത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്ത് പറഞ്ഞത്? പറയാമ്മ, അച്ഛൻ എന്താ പറഞ്ഞേ? പറയാമ്മ, അച്ഛൻ എന്താ പറഞ്ഞത്? കുറച്ചൊന്ന് അടങ്ങ്. അഹങ്കാരവും വാശിയും നാക്കെടുക്കലും പൈസ വാരിയറിയലൊക്കെ അതൊക്കെ കുഴിപ്പള്ളത്ത് കാണിച്ചാൽ മതി. ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. എല്ലാം കൂടെ അങ്ങോട്ട് മതിമറന്ന് നടക്കണം അല്ലേ നീ? കാലം മാറി. സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ മനുഷ്യർക്കും. സ്വാതന്ത്ര്യമാവാം, അഹങ്കാരം ആവരുതും. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അഹങ്കാരം അല്ല. നീ ഒറ്റൊരുത്തിയാണ്ടാ ഈ വീട്ടിലെനിക്ക് സമാധാനം തരാത്തത്. ചേച്ചി എന്തിനാ കറിയണത്? അമ്മയും അമ്മയുടെ ദേഷ്യത്തിന് പറഞ്ഞെന്ന്. എടാ, അമ്മ വഴക്ക് പറഞ്ഞാലോ രണ്ടടി തന്നാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. എനിക്ക് അത്ര ഐഡിയ ഇല്ലായിരിക്കുന്നു. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. ഒരു തരി സ്നേഹം പോലും അമ്മയ്ക്ക് ഇപ്പൊ എന്റെ അടുത്തില്ല. അമ്മ, ഞാൻ പലതവണ അമ്മയുടെ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോടന്ന് കുഴിപ്പടത്തോട്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമല്ല നീ പറയണത്. ഇപ്പോ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ ഇപ്പൊ പറഞ്ഞത്. കൊച്ചേ, ഞാൻ പ്രായമായി വരികയാണ്. എന്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം അത്. അമ്മ ഈ ദേഷ്യം വരുമ്പോഴത്തേക്കും പറയുന്നത് കുറച്ച് കുറയ്ക്കണോട്ടാ. അത് തന്നെ, ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും വിവരമുള്ള ആളല്ലേ അമ്മ. അപ്പൊ അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങിയ? എടാ, ഞാനതിന് തെറ്റായിട്ട് എന്താ പറഞ്ഞത്? കിച്ചണിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണോ ഞാൻ പറഞ്ഞ തെറ്റ്? അതൊരു തെറ്റാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കിച്ചണിൽ കയറണില്ല, അവള് മാത്രം കയറിക്കോട്ടെ. അയ്യോ അമ്മ, അത് വേണ്ട. ശിവാൻ ചേച്ചി വാ. എങ്ങോട്ട്? വിളിച്ചാണ്, ചോദ്യമൊന്നുമില്ല. വാ. ഓ, മതി ഇനി കരഞ്ഞത്. ഞാൻ അച്ഛൻ വരുമ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്നെ, അത് മാത്രം ആരും ചെയ്യരുത്. ലാസ്റ്റ് ഇവിടെ അടി പിന്നെയും തുടങ്ങും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അമ്മയ്ക്ക് എന്നെ കരയിപ്പിച്ചപ്പോ സമാധാനമായല്ലോ അല്ലേ? ഓ പിന്നെ, മോളെ കണ്ണീരുണ്ട് സന്തോഷിക്കുന്ന ആളാണല്ലോ ഞാൻ. സൈക്കോ നീലു. സൈക്കോ ഞാനല്ല, നീയാ. അമ്മയാ സൈക്കോ. വാ. ആണ്. വിശന്നിരുന്നടി കരഞ്ഞാലാ. വാ കഴിക്കാം. എനിക്കൊന്നും വേണ്ട. പാറുവാണ് തരുന്നത്, കഴിച്ചോണം. എന്റെ പൊന്നോ, എന്തൊരു സ്നേഹം. ഇനി ചേച്ചി വാരി തരാം. ഇവിടെ ഇരി. അവിടെ ഇരി. വിട്ടോ, ചേച്ചി വാരി തരാം. എന്നാ. ആ, അവർ രണ്ടുപേരും സെറ്റായി കേട്ടാ. ശിവ വന്നേ. അവക്ക് നമ്മളെ വശക്കുന്ന പ്രശ്നമല്ല, ചേച്ചിയോടാണ് സ്നേഹം. സ്നേഹമൊന്നുമല്ല, എനിക്ക് വിശക്കുന്നു. ചോറിനാൻ ഇതേ ഉള്ളു വഴി. ഇടി കള്ളി. ചേച്ചി അടുക്കളയിൽ കയറുമ്പോ ശ്രദ്ധ ആണ് കേട്ടാ. പിന്നെ ഉണ്ടല്ലോ നിന്റെ ഇരിക്കും. ആ, ആ